രുദ്രാക്ഷം. അർജുൻ്റെ പെട്ടെന്നുള്ള ഭാവമാറ്റങ്ങൾ ചിമ്മുന് മനസ്സിലായെങ്കിലും അവൾ അതൊക്കെ മനസ്സിലടക്കി പിടിച്ചിരുന്നു. ഹന്നയും അവന്തികയും അവളെ ഇടയ്ക്ക് ഒരു സംശയദൃഷ്ടിയോടെ നോക്കിയെങ്കിലും പറയത്തക്ക യാതൊരു രീതിയിലും ചിമ്മു അവർക്ക് പിടികൊടുത്തില്ലതാനും. എത്രയൊക്കെ കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ടും അർജുൻ്റെ മിഴികൾ അവൻ്റെ ഇണയെ തേടിത്തന്നെ ചെല്ലുകയായിരുന്നു. ഇടയ്ക്കൊരു തവണ ആരും കാണാതെ ചിമ്മു അവനെ നോക്കി കണ്ണുരുട്ടി. അത് കണ്ടതും ചെക്കൻ്റെ ചുണ്ടിൽ ഒരു ചിരിയും വിടർന്നു. അർജുൻ ക്ലാസ് കഴിഞ്ഞ് പോയപ്പോഴായിരുന്നു ചിമ്മുവിന് ശ്വാസം നേരെ വീണത്. ഓ, ഈ മനുഷ്യൻ ഒരു നടയ്ക്ക് പോകും തോന്നില്ല. മിക്കവാറും ഉടനെ തന്നെ ക്ലാസ്സിലെല്ലാവരും തങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് അറിയും തോന്നുന്നു. എടി, നീയും സാറും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോയെന്ന് ഹന്ന നേരിട്ട് തന്നെ ചിമ്മുവിനോട് ചോദിച്ചു. പെട്ടെന്നായതുകൊണ്ട് അവൾ ഒന്ന് പരിങ്ങി. എന്താടി? ചിമ്മു ഉമിനീർ ഇറക്കിക്കൊണ്ട് അവളെ നോക്കി. ഒന്നുമില്ല, വെറുതെ. വെറുതെ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ചിമ്മു പതിയെ ഹന്നയെ നോക്കി. വെറുതെ അല്ലെങ്കിൽ പിന്നെ കാര്യമായിട്ട് ചോദിക്കാം. നീയും സാറും തമ്മിൽ പരിചയമുണ്ടോ? ഏയ് ഇല്ല. എന്തേ? സാറിൻ്റെ കാറിൽ നിന്ന് നീ ഇന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് ചോദിച്ചു എന്നേ ഉള്ളൂ. ചിമ്മു തലയാട്ടി. നിങ്ങൾ അടുത്തടുത്താണോ താമസം? അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. സാറെങ്ങനെ ഫ്രണ്ട്ലി ആണോടി? നിന്നോട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോ? ചുള്ളൻ, നീ ഫ്രണ്ടിലാണോ ബാക്കിലാണോ ഇരുന്നത്? വായി നോക്കി കൊന്നോടി നീ എൻ്റെ സാറിനെ. അവന്തികയാണെങ്കിൽ ഒരു വായിൽ 1000 കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ചിമ്മുവിനെ നോക്കി. മറുപടിയായി ശ്വാസം ഒന്ന് എടുത്തു വലിച്ചുകൊണ്ട് ചിമ്മു അവരെ ദയനീയമായി നോക്കി. ഇരുവരോടും കളവ് പറയാൻ ചിമ്മുവിന് മനസ്സ് വന്നില്ല. എന്നാൽ അർജുനേട്ടനോട് ചോദിക്കാതെ വിവാഹം കഴിഞ്ഞ വിവരം പറയാനും അവൾക്കൊരു പേടി. ആകെ കൂടി ചെകുത്താനും കടലിനും മധ്യപ്പെട്ട അവസ്ഥയിലാണവൾ. അവളെ രക്ഷിക്കുവാനായി അന്നേരം കുര്യൻ സാർ അവിടേക്ക് കയറി വന്നു. പിന്നീട് കുട്ടികളെല്ലാവരും ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്തോ. അവന്തിക ഓക്കെയാണ്. എന്നാൽ ഹന്നയുടെ ചുളിഞ്ഞുള്ള നോട്ടവും ചോദ്യം ചെയ്യലുമൊക്കെ ചിമ്മുവിനെ ചെറുതായി ഒന്ന് പിടിച്ചുലച്ചു. അവളൊന്ന് പാളി നോക്കിയപ്പോൾ ഹന്ന ഒരു പുരുക ഉയർത്തിക്കൊണ്ട് ചിമ്മുവിനെ നോക്കി. എന്താടി? ഹന്ന ചോദിച്ചു. ഒന്നുമില്ലെന്ന് അവൾ ചുമൽ ചലിപ്പിച്ചു. ഈശ്വര, ഈ പെണ്ണിത് എന്തേലും അറിഞ്ഞിട്ടാണോ ആവോ? അവളുടെ നോട്ടം കാണുമ്പോൾ പിന്നെയും പേടി. ഈ അർജുനേട്ടൻ കാരണം എല്ലാം അവതാളമായി. കൃഷ്ണ, എൻ്റെ ഭഗവാനെ, എനിക്ക് മനഃശക്തി തരണേ. ഇവരോട് തുറന്നു പറഞ്ഞ കുഴപ്പമാവോ? മറ്റാരോടെങ്കിലും ഇവർ പറഞ്ഞാൽ അതോടെ വേറെന്തെങ്കിലും പ്രശ്നം തങ്ങൾക്കിടയിൽ ഉണ്ടാവുമോ എന്ന് ചിമ്മു ചിന്തിച്ചു. എങ്ങനെങ്കിലും വൈകുന്നേരം ആയാൽ മതി. അർജുനെ ഒന്ന് നേരി കണ്ടാൽ മാത്രം മതിയെന്ന് അവൾ ഓർത്തു. അപ്പോഴാണ് ഉച്ചയ്ക്ക് അടുത്ത മരണം കാണാൻ വരുമല്ലോ എന്ന് അവൾ ഓർത്തത്. കാർത്തിക്കിനെ കണ്ടിട്ട് അവനോട് ഇനി എന്തു പറയുമെന്ന് ഓർക്കുമ്പോൾ വീണ്ടും അവൾക്ക് കലി കയറി. അടുത്ത 2 പീരീഡുകളും വേഗത്തിൽ അങ്ങ് തീർന്നു. കുറേയേറെ നോട്ട്സ് എഴുതാനുണ്ടായിരുന്നതുകൊണ്ട് കുട്ടികളെല്ലാവരും തന്നെ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് ഹന്നയും അവന്തികയും പിന്നീട് കൂടുതൽ ചോദ്യങ്ങളൊന്നും ചിമ്മുവിൻ്റെ നേർ കുതിർത്തുമില്ല. ലഞ്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ചിമ്മുവിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലിരിക്കുന്ന ഒരു പയ്യൻ അവളെ പേരെടുത്ത് വിളിച്ചു. ചിമ്മു തിരിഞ്ഞു നോക്കിയപ്പോൾ ജനാലയുടെ അടുത്ത് വന്ന് നിൽക്കുന്ന കാർത്തികിനെയായിരുന്നു കണ്ടത്. ഈ കാലം മോഡൻ ഇതെന്തിൻ്റെ കേടാ? അവൾ പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് പിറുപിറുത്തു. എന്താ? ഗൗരവത്തിൽ അവൾ കാർത്തികിനെ നോക്കി ചോദിച്ചു. 10 മിനിറ്റിനുള്ളിൽ താൻ ലൈബ്രറിയിലേക്ക് വരണം. ഞാനവിടെ വെയിറ്റ് ചെയ്തോളാം. കാർത്തി പറഞ്ഞതും ചിമ്മു ദേഷ്യത്തിൽ തലകുലുക്കി. ചിന്മയി, കാർത്തികിനോട് നീ എന്തു പറയാനാ പോകുന്നത്? ഹന്നെ അവളെ നോക്കി ചോദിച്ചു. വായിൽ തോന്നുന്നതൊക്കെ ഞാൻ വിളിച്ചു പറയും. ഇവനിത് എന്തിൻ്റെ സൂക്കേടാണെന്നൊന്ന് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. ദേഷ്യത്തിൽ ചോറ് വേഗം വേഗം വാരി കഴിക്കുവാണ് ചിമ്മു. മിക്കവാറും പ്രണയാഭ്യർത്ഥന ആയിരിക്കും, അല്ലാണ്ട് വേറൊന്നും പറയാൻ വഴിയില്ല. ആ ചേട്ടൻ്റെ നോട്ടോ ഭാവമൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഇവളെ റൊമ്പ പിടിച്ചു എന്ന്. അവന്തിക വലിയൊരു കണ്ടുപിടുത്തം നടത്തിയ മട്ടിലാണ് ചിമ്മുവിനോട് പറയുന്നത്. മിക്കവാറും. ചിമ്മു നെറ്റി ചൊളിച്ചുകൊണ്ട് വീണ്ടും തലയിളക്കി. നീ കഴിച്ചിരുന്നിട്ട് വേഗം ചെല്ലാൻ നോക്ക്, നേരം പോകുന്നു. അടുത്ത ഫസ്റ്റ് പീരീഡിൽ വരുന്നത് അർജുൻ സാറല്ലേ? അവന്തിക വീണ്ടും പറഞ്ഞു.
പെട്ടെന്ന് തന്നെ കഴിപ്പ് മതിയാക്കി ചിമ്മു എണീറ്റു. ചിമ്മു, ഇവള് പറയുന്നത് കേട്ട് നീ തിടുക്കത്തിൽ ഓടിപ്പോവൊന്നും വേണ്ട. സമാധാനത്തോടെ ഇവിടെ ഇരുന്ന് കഴിക്കാൻ നോക്കു പെണ്ണേ. ഇത് മുഴുവൻ കഴിച്ചിട്ട് നീ പോയാൽ മതി. ഹന്നയാണെങ്കിൽ അവളുടെ ഇടത് കൈത്തണ്ടയിൽ പിടുത്തമിട്ടുകൊണ്ടാണ് പറയുന്നത്. ഞാൻ പെട്ടെന്ന് വരാടി. അർജുൻ ചേട്ടൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെ പോയിന്ന് നോക്കിയാൽ എനിക്ക് പിന്നെ പണിയാകും. അർജുനേട്ടൻ എന്നുള്ള ചിമ്മുവിൻ്റെ സംബോധനയിൽ കൂട്ടുകാരികൾ ഇരുവരും പരസ്പരം ഒന്നു നോക്കി. നാവിൽ വന്ന് വിളയാടിയ വികട സരസ്വതിയെ മനസ്സിൽ ശാസിച്ചുകൊണ്ട് ചിമ്മു പെട്ടെന്ന് അവർക്ക് മുഖം കൊടുക്കാതെ കൈ കഴുകാനായി പോയി. അതെന്താടി അവൾ അർജുനേട്ടൻ നിന്ന് സാറിനെ വിളിച്ചത്? ഇതിലെന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഹന്ന അവന്തികയോട് പതിയെ ചോദിച്ചു. അവന്തികയും ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിരുന്നു. എടി, നമ്മളും സാറിനെ ഇടയ്ക്കൊക്കെ അർജുനേട്ടൻ, അർജുൻ കുട്ടൻ എന്നൊക്കെ പറയാറില്ലേ? അതുപോലെ കണ്ടാൽ മതി. അവന്തിക പറഞ്ഞതും ഹന്ന വെറുതെ ഒന്ന് തലകുലുക്കി. പക്ഷേ അവൾക്ക് നല്ല ഡൗട്ടുണ്ടായിരുന്നു. ഇതിലെന്തോ തരികിട ഉണ്ടെന്നുള്ളത്. ഏറെക്കുറെ ഉറപ്പിച്ച മട്ടിലാണ് അവന്തികയുമായിട്ട് കൈ കഴുകാനായി ലഞ്ച് ബോക്സ് എടുത്തുകൊണ്ട് ഹന്ന പോയത്. ചിമ്മു ലൈബ്രറിയിലേക്ക് പോകുന്നത് നോക്കിക്കൊണ്ട് അർജുൻ സ്റ്റാഫ് റൂമിലിരുന്നത് മറ്റാരും അങ്ങനെ ശ്രദ്ധിച്ചില്ല. ആർക്കും മനസ്സിലാവാത്ത മട്ടിൽ അർജുൻ എഴുന്നേറ്റു. എന്നിട്ട് പതിയെ തൻ്റെ ബാഗ് തുറന്നിട്ട് ഒരു ടെസ്റ്റ് എടുത്ത് ലൈബ്രറിയിലേക്ക് നടന്നു. 4-5 കുട്ടികൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഫുഡ് കഴിക്കുകയായിരുന്നു. ലൈബ്രറിയിൽ നിന്ന് ധന്യ മിസ്സിനോട് അർജുൻ എന്തൊക്കെയോ ഡൗട്ട് ചോദിച്ചു. ഏതോ ഒരു ബുക്കിനെ പറ്റിയാണ് അവൻ്റെ ഡൗട്ട്. മിസ്സാണെങ്കിൽ അർജുനെയും കൂട്ടിക്കൊണ്ട് ലൈബ്രറിയുടെ ലെഫ്റ്റ് സൈഡിലേക്ക് പോയി. പരസ്പരം കൈകൊടുത്തുകൊണ്ട് പൊട്ടിച്ചിരിച്ചു നിൽക്കുന്ന ചിന്മയെയും കാർത്തികിനെയായിരുന്നു അർജുൻ അവിടെ കണ്ടത്. അവൻ്റെ മുഖം ഇരുണ്ടു, പല്ലുകൾ ഞെരിഞ്ഞമർന്നു. കൈമുഷ്ടി ചുരുട്ടിക്കൊണ്ടവൻ അവരെ രണ്ടാളെയും മാറി മാറി നോക്കി. ചിന്മയാണെങ്കിൽ കാർത്തിക്കിൻ്റെ തോളിലൊന്ന് തട്ടിയ ശേഷം അവൻ്റെ വയറ്റിലൊരു ഇടി കൊടുക്കും പോലെ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. ഇരുവരും ചേർന്ന് വാതിൽ കടന്ന് വെളിയിലേക്ക് പോയതും തൻ്റെ നെറ്റിയിലും മുഖത്തും പറ്റിച്ചേർന്ന വിയർപ്പ് തുള്ളികൾ കർച്ചീഫ് എടുത്ത് തുടച്ചു മാറ്റിക്കൊണ്ട് അർജുനും അവരുടെ പിന്നാലെ നടന്നുപോയി. സർ, ഈ ടെസ്റ്റ് വേണ്ടേ? ലൈബ്രറിയിലെ ധന്യ മിസ് അർജുനോട് ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു. ഞാനിപ്പോൾ വരാം, എനിക്ക് നെക്സ്റ്റ് അവർ ക്ലാസ് ഉണ്ട്. അർജുൻ വിളിച്ചു പറഞ്ഞപ്പോഴേക്കും അവൻ്റെ ശബ്ദം കേട്ട് ചിമ്മു തിരിഞ്ഞു നോക്കി. വലിഞ്ഞു മുറുകിയ മുഖവുമായി ദേഷ്യത്തിൽ ഇറങ്ങി വരുന്ന അർജുനെയായിരുന്നു അവൾ കണ്ടത്. അവനെ കണ്ടതും പെണ്ണിൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അർജുൻ പക്ഷെ അവളെ മൈൻഡ് ചെയ്യാതെ അവളുടെ മുന്നിലൂടെ നടന്ന് സ്റ്റാഫ് റൂമിലേക്ക് പോയി. ഓക്കെ ഏട്ടാ, നമുക്ക് പിന്നെ കാണാം. ചിമ്മു കാർത്തിക്ക് ഒരു ടാറ്റയൊക്കെ കൊടുത്ത ശേഷം പതിയെ ക്ലാസ് റൂം ലക്ഷ്യമാക്കി നടന്നു. ഹന്നയും അവന്തികയും അവളെ കാത്ത് ക്ലാസ് റൂമിലുണ്ടായിരുന്നു. എടി, ആ ചേട്ടനോട് നീ എന്തു പറഞ്ഞു? ഓക്കെ ആയോടാ? നിന്നോട് എന്തു പറയാനാ ചേട്ടൻ വിളിച്ചത്? ചിമ്മു വന്നു കയറിയതും അവന്തിക്ക് ഓടി വന്ന് ചോദിച്ചു. നിന്റെ ഊഹം പോലെ സംഭവം സത്യമായിരുന്നു കേട്ടോ. സംഗതി അത് തന്നെ. നാണത്തോടെ ചിമ്മു അവന്തികയും ഹന്നയും മാറി മാറി നോക്കി. എന്താ, അത് സത്യമാണെന്നോ? എന്നിട്ട് നീ ആ ചേട്ടനോട് എന്തു പറഞ്ഞു? അവന്തിക ശ്വാസം ആഞ്ഞു വലിച്ചുകൊണ്ട് അവളോട് വീണ്ടും ചോദിച്ചു. ഞാനെന്തു പറയാൻ? എനിക്ക് സമ്മതമാണെന്നല്ലാതെ വേറെ മറുപടിയൊന്നും പറയാനില്ലായിരുന്നു. വളരെ കൂളായിട്ട് അവരോട് രണ്ടാളോടും ചിമ്മു പറഞ്ഞു. യോ, അപ്പോൾ നിനക്കങ്ങനെ ഇഷ്ടമായിരുന്നു പെണ്ണെ? ഹന്ന ചോദിച്ചതും അവൾ തലകുലുക്കി. അതും കണ്ടുകൊണ്ട് ഒരുവൻ അവളുടെ പിന്നിൽ വന്ന് നിന്നത് ചിമ്മു അറിഞ്ഞതുമില്ല. തുടരും. ഈ സ്റ്റോറി എഴുതുന്ന കുട്ടിയുടെ പനി മാറിയിട്ടില്ല, അതുകൊണ്ടാണ് സ്റ്റോറി വൈകുന്നത്. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടി എഴുതിയതാണേ. അപാകതകളൊക്കെ കാണും, നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ.